ഹായ് കൂട്ടുകാരേ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു, ഞാനും ഏട്ടനും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് നമ്മൾ ആനന്ദപ്പള്ളി വഴിയാണ് അടൂരോട്ട് പോകുന്നത്. നമ്മൾ അടൂർ അങ്ങ് വരെ പോകത്തില്ല, അതിനിപ്പുറത്ത് വെച്ച് പന്നിവഴി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നിന്നിട്ട് വലത്തോട്ടുള്ള റോഡ് കയറി ചന്തയുടെ അവിടെ ചെന്ന് ഇറങ്ങാൻ പാകത്തിനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിടിച്ച് എന്താണെന്ന് നമുക്ക് നല്ലതായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെ അടൂർ ചന്തയുടെ അവിടെ ചെന്നു. അവിടെ നിന്ന് നമ്മൾ താപ്പോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ ഗവൺമെൻറ് ആശുപത്രി സൈഡ് ആ ഭാഗത്തോടാണ് നമ്മൾ പോകുന്നത്. അപ്പം ചന്തയുടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവിടെ നേരെ അങ്ങോട്ട് പോകുന്നിടത്താണ് കൃഷ്ണാമ്പലമൊക്കെ ഉള്ളത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്നത്. നമ്മളവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആണ് പോകുന്നത്. അപ്പം ഇവിടെയൊക്കെ അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ. അങ്ങനെ നമ്മൾ അടൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്തെത്തി. അപ്പോൾ ആശുപത്രിയൊക്കെ നല്ലതായിട്ട് പുതുക്കിയൊക്കെ പണിഞ്ഞുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പഴയ രീതിയിലെല്ലാം മാറ്റി ഇപ്പം നല്ല ഭംഗിയായി ആശുപത്രിയൊക്കെ കാണാൻ. ഇതാണ് നമ്മുടെ പഴയ പ്രൈവറ്റ് സ്റ്റാൻഡ്. ഇവിടെയൊക്കെ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇത് നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചാരുമൂട് അവിടെ എടുക്കാറായി. അപ്പം ഇതാണ് നമ്മുടെ ചാരുമൂട് ജംഗ്ഷന്. അപ്പോൾ അവിടെ നമ്മൾ സിഗ്നലിൻ്റെ അവിടെ നമ്മൾ വണ്ടി കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നമ്മളങ്ങോട്ട് പോയത്. അപ്പം നമ്മുടെ വണ്ടി ഇറമ്പിലൊരു ഓറഞ്ച് കളറിൽ ഉടുപ്പിട്ടുകൊണ്ടൊരു ചേട്ടൻ നിന്നില്ല. ആ ചേട്ടൻ്റെ വണ്ടി ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ സിഗ്നൽ നോക്കാതെ വേറൊരു ചേട്ടന് ക്രോസ് കയറി വന്നു. അപ്പോൾ അന്നേരം ഞങ്ങളും വണ്ടി എളുപ്പം ചവിട്ടി നിർത്തിയല്ല, ഞങ്ങളും ആ വണ്ടിയിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ വണ്ടി അതിൽ ഇടിച്ചു പിടിച്ചില്ല. അപ്പം നമ്മുടെ അടുത്ത് നിന്ന ചേട്ടൻ്റെ കുഴപ്പമല്ല, അതിന് നേരെ എതിരെ കയറി ഒരു വണ്ടി വന്നു. അവർക്ക് സിഗ്നൽ ബ്ലോക്ക് ആക്കി ഇട്ടിരുന്നതാണ്. ആ സമയത്ത് അയാളത് നോക്കാതെ അയാൾ ചാടിക്കയറി വന്നത്. അവരുടെ രണ്ടുപേരുടെ വണ്ടി ഇടിച്ചിരുന്നത് അത് വന്ന് നമ്മുടെ വണ്ടിയിലോട്ട് തട്ടത്തുള്ളായിരുന്നു. അപ്പോൾ എളുപ്പം ഏട്ടനും വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തി. പിന്നെ എന്തായാലും കുഴപ്പമില്ലാതെ അയാളങ്ങ് പോയി. അയാളൊന്നും നോക്കാതുകൊണ്ട് അയാൾ പോയി. പക്ഷേ നമ്മൾ നേരായിട്ട് വഴിക്ക് ചെന്ന് ഞങ്ങൾ രണ്ട് കൂട്ടരാണ് പേടിച്ചിങ്ങനെ നിന്ന്. അയാൾ വണ്ടി എവിടെയോ കൊണ്ട് ഇടിച്ച് കയറ്റാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് രാവിലെ വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ അങ്ങെത്തി. ഒരു 8 മണി സമയത്തൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നത് അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അതിന് ശേഷമൊക്കെ 10 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവും. ഞങ്ങൾ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. അതുകൊണ്ട് രാവിലെ വലിയ തിരക്കില്ലാതെ നമുക്ക് പോകാൻ പറ്റി. വണ്ടി അകത്തോട്ട് കയറ്റി വെക്കാനും പറ്റി. ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയൊന്നും അങ്ങോട്ട് കൊണ്ടുവല്ലാനേ പറ്റത്തില്ല. ഭയങ്കര തിരക്കായിരിക്കും, നല്ല തിരക്കാണ്. അപ്പോൾ ഒത്തിരിയും ദിവസമായി ഞങ്ങൾ അമ്പലത്തിലോട്ട് അങ്ങോട്ട് പോയിട്ട്. അങ്ങനെയാണ് പിന്നെ നമുക്ക് ആയില്യത്തിൻ്റെ അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞായറാഴ്ച അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഏട്ടന് ഈ സൈഡിൽ വണ്ടി കൊണ്ടുവന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ അമ്പലത്തിലോട്ട് നടന്നാണ് പോയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി നല്ലതായിട്ട് തന്നെ ഭഗവാനെ കാണാനും തൊഴാനും ഒക്കെ പറ്റി. അപ്പോൾ എൻ്റെ ഏട്ടന് ഫോണ് കൈ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. അങ്ങനെ ഏട്ടനൊക്കെ ഫോട്ടോയും എനിക്കന്ന് അങ്ങനെ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഏട്ടനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഏട്ടൻ മേടിച്ചിട്ട് വന്നതാണ്. ഏട്ടന് പോച്ച വെട്ടാനാണെന്നോ എന്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കത്താൾ വാങ്ങിച്ചോണ്ട് വന്ന്. വെട്ടിരുമ്പൊന്നും അല്ല ഇത്, എന്തോ ഇരുമ്പുമല്ല. ഇതിൻ്റെ പേരെന്തുവാ? കത്താള, കാട് വെട്ടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാടൊക്കെ വെട്ടാനാന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ അവിടെ കുറേ മഞ്ഞളിൻ്റെ ഒക്കെ ചെടിയൊക്കെ കിളിച്ചിരിക്കുന്നില്ലേ, അതൊക്കെ വെട്ടിക്കളയാൻ വാങ്ങിച്ചതാണ് ഇന്നിത്.
പിന്നെ എനിക്കൊരു ബാഗ് പേഴ്സ് വാങ്ങിച്ചു. സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനെ കൊണ്ടുവന്ന് എനിക്ക് പേഴ്സ് ഇല്ലായിരുന്നു. അപ്പം എന്നൊരു പേഴ്സ് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ഡപ്പ, ഈ ഡപ്പയുടെ സ്പൂണാണിത്. ഇത് 40 രൂപ. അത്യാവശ്യം വലിപ്പമുള്ള ഡപ്പയാണ്. പിന്നെ ഈ ഒരു ഡപ്പ, അതിന് 40 രൂപ. പിന്നെ ഈ തവിക്കൊക്കെ 10 രൂപ. ഇതുപോലത്തെ കുറേ തവി നമുക്കിവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഒരു എടുക്കുന്നൊന്നുമില്ല. പിന്നെ കണ്ടപ്പോൾ ഒരു കൊതി, ഈ സ്പൂൺ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒന്നിന് 10 രൂപ വെച്ച്. ചീപ്പ് 10 രൂപ. പിന്നെ ഇത് ഈ തവി 10 രൂപ. ഇത് ഒന്നിന് 15 രൂപ വെച്ച്. അപ്പോൾ പണ്ട് വെളിച്ചെണ്ണയൊക്കെ ചെന്ന് മേടിക്കുമ്പോൾ ഇതുപോലത്തേനകത്തായിരുന്നു അവരിങ്ങനെ 50 ഗ്രാം 100 ഗ്രാം ഇതുപോലത്തെ ഒരു തവിയായിരുന്നു ഇങ്ങനെ ഒഴിച്ചു തരുന്നത്. ഇത്രയും വാങ്ങിച്ചു. പിന്നെ കഴിക്കുന്ന ഈ ഒരു സാധനം വാങ്ങിച്ചു. പിന്നെ ഏട്ടന് 2 ചെരുപ്പ്. പിന്നെ ചെടിച്ചട്ടി വാങ്ങിച്ചു 8 എണ്ണം 100 രൂപ. പിന്നെന്താ, ഇത് ഏട്ടന് വാങ്ങിച്ചതാണ് കേട്ടോ, സ്ക്രൂ ഡ്രൈവർ. ഇത് എത്ര, 45 50 രൂപ ആണ്. ഇത്രയും സാധനങ്ങൾ മേടിച്ചു. കാർട്ടൂണൂടെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ പന്തളത്ത് പോയി. അങ്ങനെ 2 കാർട്ടൂണും കൂടെ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ടർക്കി വാങ്ങിച്ചു. ഇതിന് 12 രൂപ കേട്ടോ ഈ ടർക്കിക്ക്. കാർട്ടൺ ഒരെണ്ണത്തിന് 130 രൂപ. ഇത് നമുക്ക് ജനലിന് വിടാം. പിന്നെ എന്തിനാ, വാതിലിന് വിടാം. ജനലിനും വാതിലിനും പറ്റുന്ന നീളമുള്ളത്. ജനലിനുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇച്ചിരി മുറിച്ച് കളയണം. ഒരെണ്ണം 130 രൂപ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കടല കറിയും വെച്ചു. റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. അതാണ് രാവിലെ ഞങ്ങൾ കഴിക്കാനെടുത്തത്. പിന്നെ മോൻ ഇച്ചിരി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ചൂര മീൻ. അത് അവിടെ നിന്ന് തന്നെ വെട്ടി കൊണ്ടുവന്നേക്കുമായിരുന്നു. പിന്നെ അത് അവൻ തന്നെ കഴുകി വൃത്തിയാക്കി തന്നു. അപ്പം ഞാൻ പിന്നെ അതിനെല്ലാം അരപ്പൊക്കെ ചേർത്ത് അടപ്പേ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടു വറുത്തു. നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ച് വെന്ത് തുടങ്ങി. പിന്നെ നമുക്കിതിലേക്ക് മീൻ പറക്കി ഇടണം. മീൻപുളി വേറെ കുറച്ചിട്ടായിരുന്നു, ഇട്ടിരുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ വെന്ത് വാങ്ങി വെച്ചു. പിന്നെ കപ്പ പുഴുങ്ങി, പിന്നെ വറുത്തരച്ചൊരു തീയൽ പോലെ ഒരു കറി വെച്ചു. മീൻ വറുത്തത്, പിന്നെ പടവലങ്ങ തോരൻ. ഇപ്പോൾ മോൻ ചിക്കൻ കറി വെക്കുകയാണ്. ചക്കിമോടച്ഛന് അവൻ ഇത്രയും കറി ഇരിക്കുന്ന പോലെ അവന് ഇനിയിപ്പോൾ ചിക്കനും വേണം. അപ്പോൾ അയാൾ തന്നെയാണ് കറി വെക്കുന്നത്. അങ്ങനെ ചിക്കനും മീനും ഒക്കെ കറി വെക്കുന്നെങ്കിൽ അവൻ തന്നെ വെക്കുന്നതാണ് അവനിഷ്ടം. തന്നെ കറി വെക്കുവാണ്. എന്നെ ഒന്ന് കാണിക്കാനെന്ന്. ഇത് മോളെടുത്തതാണ് കഴിക്കാൻ. ഇത് ഏട്ടനുള്ള മുട്ട, ഇത് എനിക്കുള്ളത്. ഇത് അവന്മാർക്ക് 2 പേർക്കും കൂടെ പൊരിച്ച് വെച്ചത്. അപ്പോൾ ഏട്ടൻ കഴിക്കാനെ കൊണ്ടെടുത്തു, മോള് കഴിക്കാനെടുത്തുകൊണ്ട് മാറി കഴിക്കുന്നു. ഏട്ടനപ്പം മീൻകറിയും പിന്നെ കപ്പയും, ചോറ് കഴിച്ചില്ല കേട്ടോ. കപ്പയും മീൻകറിയൊക്കെയാണ് കഴിച്ചത്. കറി ഐറ്റങ്ങളെല്ലാം എടുത്ത്, ചോറ് കഴിച്ചില്ലെന്നേ ഉള്ളൂ. ആയില്ല നോക്കട്ടെ, ചെയ്യാത്തന്റെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്രശ്നല്ല ഞാൻ ശരിയുള്ളൂ. പൊന്നു വാച്ച് ഞാൻ നോക്കട്ടെ, അപ്രശ്ന ആയില്ലെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.